ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു ആസ്പിറൻസ് അക്കാഡമി. ഇന്ന് നമ്മൾ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് ലോകത്തിലെ, ഇന്ത്യയിലെ, കേരളത്തിലെ ആദ്യം വന്ന സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിൽ ഫസ്റ്റ് വണ്ണാണ്, ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് പാലം എവിടെയാണ് വന്നത്? ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് പാലം എവിടെയാണ് വന്നതെന്ന് ചോദിച്ചാൽ അത് ന്യൂ പാമ്പൻ ബ്രിഡ്ജിലാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് പാലമാണ് ന്യൂ പാമ്പൻ ബ്രിഡ്ജ്. ഇനി അടുത്തതാണ് RBIയുടെ പ്രോഗ്രാമബിൾ CBDC പൈലറ്റ് പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ ബാങ്ക് ഏതാണെന്ന്. RBIയുടെ പ്രോഗ്രാമബിൾ CBDC എന്ന് പറയുമ്പോൾ സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസിയാണ്. അപ്പം RBIയുടെ പ്രോഗ്രാമബിൾ CBDC പൈലറ്റ് പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ ബാങ്ക് ചോദിച്ചാൽ അത് ഇൻഡസ് ഇൻഡ് ബാങ്കാണ്. ഇൻഡസ് ഇൻഡ് ബാങ്കാണ് ഇത് നടപ്പിലാക്കിയ ആദ്യത്തെ ബാങ്ക്. ഇനി ലോകത്ത് ആദ്യത്തെ ചന്ദ്രൻ്റെ സമ്പൂർണ്ണ ഹൈ ഡെഫിനിഷൻ അറ്റ്ലസ് പുറത്തിറക്കിയ രാജ്യം ചോദിച്ചാൽ അത് ചൈനയാണ് കേട്ടോ. ലോകത്തിൽ ആദ്യമായിട്ട് ചന്ദ്രൻ്റെ ഹൈ ഡെഫിനിഷൻ അറ്റ്ലസ് പുറത്തിറക്കിയത് ചൈനയാണ്. ഇനി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ മന്ത്രാലയം ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യത്തെ ജില്ല ചോദിച്ചാൽ അത് പാലക്കാടാണ്. ഉഷ്ണതരംഗം പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യത്തെ ജില്ല പാലക്കാടും സെക്കൻഡ് ജില്ല ചോദിച്ചാൽ അത് തൃശ്ശൂറുമാണ്. ഇനി രാജ്യത്തെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖം ഏതാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ വിഴിഞ്ഞമാണ് കേട്ടോ. രാജ്യത്തെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖമാണ് വിഴിഞ്ഞം. ഇനി ഫസ്റ്റ് വുമൺ ചീഫ് ജസ്റ്റിസ് ഓഫ് ഉത്തരാഖണ്ഡ് ഹൈക്കോടതിയിലെ ഫസ്റ്റ് വുമൺ ചീഫ് ജസ്റ്റിസ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് റിതു ബഹറിനെയാണ് കേട്ടോ. റിതു ബഹറിയാണ് ഉത്തരാഖണ്ഡിലെ ഫസ്റ്റ് വുമൺ ചീഫ് ജസ്റ്റിസ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ വുമൺ ചീഫ് ജസ്റ്റിസ് ഏതെങ്കിലും ഒരു ഹൈക്കോടതിയിൽ, ഇന്ത്യൻ ഹൈക്കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ആകുന്ന ആദ്യത്തെ വനിത ഏതാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുമല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഫസ്റ്റ് യൂറോപ്യൻ കൺട്രി ടു ഗീവ് എ ഡിജിറ്റൽ ഷെങ്കായ് വിസ. ഷെങ്കായ് വിസ അറിയാലോ, യൂറോപ്യൻ കൺട്രീസിന് മാത്രമായിട്ട് കൊടുക്കുന്ന ഒരു പ്രത്യേകതര ആനുകൂല്യമുള്ളൊരു വിസയാണ് ഷെങ്കായ് വിസ. അപ്പോൾ ഈ ഷെങ്കായ് വിസ ഡിജിറ്റലാക്കിയ ആദ്യത്തെ യൂറോപ്യൻ കൺട്രി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഫ്രാൻസ് ആണ്. ഫസ്റ്റ് യൂറോപ്യൻ കൺട്രി ടു ഗീവ് ഡിജിറ്റൽ ഷെങ്കായ് വിസയാണെങ്കിൽ അത് ഫ്രാൻസ് ആണ്. ഇനി ഇന്ത്യയുടെ ആദ്യത്തെ ഹൈബ്രിഡ് പിച്ച് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ധർമ്മശാലയിലാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ഹൈബ്രിഡ് പിച്ച് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് ധർമ്മശാലയിലാണ്. ധർമ്മശാല എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ് ധർമ്മശാല. ഇനി ലോകത്തിലെ ഏറ്റവും ശക്തമായ ലേസർ വികസിപ്പിച്ച രാജ്യം ചോദിച്ചത് റൊമാനിയാണ് കേട്ടോ. ലോകത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള ലേസർ വികസിപ്പിച്ച രാജ്യമാണ് റൊമാനിയ. സംസ്ഥാനത്തെ ആദ്യ സർക്കാർ ഇതര ക്യാമ്പസ് വ്യവസായ പാർക്ക് എവിടെയാണ്? സംസ്ഥാനത്തെ ആദ്യത്തെ സർക്കാർ ഇതര ക്യാമ്പസ് വ്യവസായ പാർക്കാണെങ്കിൽ അത് മൂവാറ്റുപുഴയാണ് കേട്ടോ. മൂവാറ്റുപുഴയിലാണ്. ജെൻ റോബോട്ടിക്സിൻ്റെ പദ്ധതിയാണ് മൂവാറ്റുപുഴയിൽ വരുന്നത്, ആദ്യത്തെ സർക്കാർ ഇതര ക്യാമ്പസ് വ്യവസായ പാർക്ക്. അപ്പം നമ്മുടെ സംസ്ഥാനത്തെ ആദ്യത്തെ ക്യാമ്പസ് വ്യവസായ പാർക്ക് എവിടെയാണ്? സംസ്ഥാനത്തെ ആദ്യത്തെ ക്യാമ്പസ് വ്യവസായ പാർക്കാണെങ്കിൽ അത് കൊട്ടാരക്കരയിലും സംസ്ഥാനത്തെ ആദ്യത്തെ സ്വകാര്യ ക്യാമ്പസ് വ്യവസായ പാർക്കാണെങ്കിൽ അത് പാലക്കാടുമാണ് കേട്ടോ. അപ്പോൾ സംസ്ഥാനത്തെ ആദ്യ സർക്കാർ ഇതര ക്യാമ്പസ് പാർക്ക് മൂവാറ്റുപുഴയിലും സംസ്ഥാനത്തെ ആദ്യത്തെ ക്യാമ്പസ് വ്യവസായ പാർക്ക് കൊട്ടാരക്കരയും ഇനി സംസ്ഥാനത്തെ ആദ്യത്തെ നമ്മുടെ സ്വകാര്യ വ്യവസായ പാർക്കാണെങ്കിൽ അത് പാലക്കാടുമാണ്. ഇനി 2025 ജനുവരിയോടെ മുഴുവൻ അധ്യാപകർക്കും AI പരിശീലനം ലഭിക്കാൻ പോകുന്ന ആദ്യ സംസ്ഥാനമായി മാറുന്നത് നമ്മുടെ കേരളമാണ് കേട്ടോ. 2025 ജനുവരിയോടെ മുഴുവൻ അധ്യാപകർക്കും AI പരിശീലനം ലഭിക്കാൻ പോകുന്ന ആദ്യ സംസ്ഥാനമായി മാറുന്നത് കേരളമാണ്. ഇനി വിച്ച് കൺട്രി ഹോസ്റ്റഡ് ദി ഫസ്റ്റ് ഇന്റർനാഷണൽ റെയിൻബോ ടൂറിസം കോൺഫറൻസ്? ആദ്യത്തെ ഇന്റർനാഷണൽ റെയിൻബോ ടൂറിസം കോൺഫറൻസ് ഹോസ്റ്റ് ചെയ്തത് ഏത് രാജ്യമാണെന്ന് ചോദിച്ചാൽ അത് നേപ്പാളാണ് കേട്ടോ. നേപ്പാളാണ് ആദ്യത്തെ നമ്മുടെ റെയിൻബോ ടൂറിസം കോൺഫറൻസ് ഹോസ്റ്റ് ചെയ്ത രാജ്യം. ഇനി രാജ്യത്ത് ആദ്യമായിട്ട് കായിക താരങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് നടപ്പിലാക്കിയ സംസ്ഥാനം ചോദിച്ചാൽ അതും കേരളമാണ് കേട്ടോ. രാജ്യത്ത് ആദ്യമായിട്ട് കായിക താരങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് നടപ്പിലാക്കിയ സംസ്ഥാനം ചോദിച്ചാൽ അത് കേരളമാണ്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് എവിടെയാണ് നിലവിൽ വരുന്നതെന്ന് ചോദിച്ചാൽ പൂനെയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് വരുന്നത് പൂനെയിലാണ്. 10,000 കോടി ഡോളർ പ്രവാസി പണം നേടുന്ന ആദ്യ രാജ്യം എന്ന നേട്ടം കൈവരിച്ചത് നമ്മുടെ ഇന്ത്യയാണ് കേട്ടോ. 10,000 കോടി ഡോളർ പ്രവാസി പണം നേടുന്ന ആദ്യ രാജ്യം എന്ന നേട്ടം കൈവരിച്ചത് ഇന്ത്യയാണ്. കഞ്ചാവ് നിയമവിധേയമാക്കിയ ഏഷ്യയിലെ ആദ്യ രാജ്യം ചോദിച്ചാൽ അത് തായ്ലൻഡാണ്. കഞ്ചാവ് നിയമവിധേയമാക്കിയ ഏഷ്യയിലെ ആദ്യ രാജ്യം തായ്ലൻഡാണ്. ഇപ്പം ന്യൂസിൽ വരാൻ കാരണം ഇത് വീണ്ടും നിരോധിക്കാൻ അവരിങ്ങനെ തീരുമാനിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇത് ന്യൂസിൽ വരാൻ കാരണം. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ റെയിൽ കോച്ച് ഫാക്ടറി നിലവിൽ വരുന്ന തെലങ്കാനയിലെ കൊണ്ടക്കൽ ഗ്രാമത്തിലാണ് കേട്ടോ. തെലങ്കാനയിലെ കൊണ്ടക്കൽ
കൊണ്ടക്കൽ ഗ്രാമത്തിലാണ് നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ റെയിൽ കോച്ച് ഫാക്ടറി നിലവിൽ വരുന്നത് തെലങ്കാനയിലെ കൊണ്ടക്കലും. ഇനി ഇത് ഫസ്റ്റ് റൂം ടെമ്പറേച്ചർ സെമി കണ്ടക്ടർ വികസിപ്പിച്ച രാജ്യം, ആദ്യത്തെ റൂം ടെമ്പറേച്ചർ സെമി കണ്ടക്ടർ വികസിപ്പിച്ച രാജ്യം ചോദിച്ചാൽ അത് നമ്മുടെ സൗത്ത് കൊറിയയാണ്. അതിനൊരു പേരുണ്ട്, LK-99 ആണ് കേട്ടോ. റൂം ടെമ്പറേച്ചർ സെമി കണ്ടക്ടറാണ് LK-99 വികസിപ്പിച്ചത് സൗത്ത് കൊറിയയാണ്. ഇനി കേരളത്തിലെ ആദ്യത്തെ പാലിയേറ്റീവ് കെയർ ട്രീറ്റ്മെൻറ്റ് സപ്പോർട്ടിംഗ് യൂണിറ്റ് നിലവിൽ വരുന്ന ജില്ല ചോദിച്ചാൽ കൊല്ലത്താണ് കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ പാലിയേറ്റീവ് കെയർ ട്രീറ്റ്മെൻറ്റ് സപ്പോർട്ടിംഗ് യൂണിറ്റ് വരുന്നത് കൊല്ലമാണ്. ഇന്ത്യയുടെ ആദ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ പാർക്ക് നമ്മൾ പറഞ്ഞു പൂനെയിലാണ്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ ബയോഡൈവേഴ്സിറ്റി അറ്റ്ലസ് തയ്യാറാക്കിയ ജില്ല ഏതാണെന്ന്, ഇന്ത്യയിലെ ആദ്യത്തെ ബയോഡൈവേഴ്സിറ്റി അറ്റ്ലസ് തയ്യാറാക്കിയത് ഏതാണ്? ഗോവയാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ ബയോഡൈവേഴ്സിറ്റി അറ്റ്ലസ് തയ്യാറാക്കിയത് ഗോവയാണ്. ഇനി കേരളത്തിൻ്റെ ആദ്യ സ്പൈസസ് പാർക്ക് വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ കേരളത്തിലെ ആദ്യത്തെ സ്പൈസസ് പാർക്ക് കിൻഫ്രയുടെ നേതൃത്വത്തിൽ നമ്മുടെ ഇടുക്കിയിലെ തുടങ്ങനാട് അല്ലെങ്കിൽ മുട്ടത്ത് തുടങ്ങനാടിലാണ് വരുന്നത് കേട്ടോ. കിൻഫ്രയുടെ നേതൃത്വത്തിലാണ് ഇടുക്കിയിലാണ് വരുന്നത്. തുടങ്ങനാട്, മുട്ടം ഈ രണ്ട് സ്ഥലം കൂടെ നോക്കി വെക്കാം. രണ്ടും PYQ ചോദിച്ചിട്ടുണ്ട്, തുടങ്ങനാട് അല്ലെങ്കിൽ മുട്ടം. ഇനി സംസ്ഥാനത്തെ ആദ്യ ട്രാൻസ്ജെൻഡർ മാതൃക പോളിംഗ് ബൂത്ത് ഒരുക്കിയ ജില്ലാ ഭരണകൂടം ഏതാണെന്ന്, സംസ്ഥാനത്തെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ മാതൃക പോളിംഗ് ബൂത്ത് ഒരുക്കിയ ജില്ലാ ഭരണകൂടം ഏതാണെന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരമാണ് കേട്ടോ. ട്രാൻസ്ജെൻഡർ മാതൃക പോളിംഗ് ബൂത്ത് ഒരുക്കിയ ജില്ലാ ഭരണകൂടം. ഓക്കെ, ഇനി അടുത്ത ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധവിമാന എയർഫീൽഡ് നിലവിൽ വരുന്നത് എവിടെയാണെന്ന്, ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധവിമാന എയർഫീൽഡ് നിലവിൽ വരുന്നത് നമ്മുടെ ലഡാക്കിലാണ് കേട്ടോ. ലഡാക്കിലാണ് അത് നിലവിൽ വരുന്നത്. നമ്മുടെ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ BROന്റെ നേതൃത്വത്തിലാണ് ലഡാക്കിൽ നിലവിൽ വരുന്നത്. ഇതിൻ്റെ പേര് നിയോമ ഫൈറ്റർ എയർഫീൽഡ് എന്നാണ്. നിയോമ ഫൈറ്റർ എയർഫീൽഡാണ്. 13,000 അടി ഉയരത്തിലാണ് ഇത് വരുന്നത്. നമ്മുടെ സീ ലെവലിൽ നിന്ന് 13,000 അടി ഉയരത്തിൽ BROന്റെ നേതൃത്വത്തിലാണ് നിയോമ ഫൈറ്റർ എയർഫീൽഡാണ് ലഡാക്കിൽ വരുന്നത്. ഇനി ലോകത്തിലെ ആദ്യത്തെ പോർട്ടബിൾ ആശുപത്രിയായ ആരോഗ്യ മൈത്രി എയ്ഡ് ട്യൂബ് പ്രവർത്തനം തുടങ്ങിയത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഹരിയാനയിലെ ഗുരുഗ്രാമിലാണ് കേട്ടോ. ഹരിയാനയിലെ ഗുരുഗ്രാമിലാണ് നമ്മുടെ ലോകത്തിൽ തന്നെ ആദ്യത്തെ പോർട്ടബിൾ ആശുപത്രിയായ ആരോഗ്യ മൈത്രി എയ്ഡ് ട്യൂബ് പ്രവർത്തനം തുടങ്ങിയത്. ഈ എയർലിഫ്റ്റഡ് പോർട്ടബിൾ ആശുപത്രിയായ ആരോഗ്യ മൈത്രി ട്യൂബ് വ്യോമസേന വിജയകരമായി പരീക്ഷിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ആഗ്രയിലാണ് കേട്ടോ. വിജയകരമായിട്ട് വ്യോമസേന പരീക്ഷണം നടത്തിയത് ആഗ്രയിലാണ്. ഭീഷ്മ ഭാരത് ഹെൽത്ത് ഇനിഷ്യേറ്റീവ് പദ്ധതിൻ്റെ ഭാഗമായിട്ടാണ് ആരോഗ്യ മൈത്രി എയർ ട്യൂബ് പുറത്തിറങ്ങിയത്. ഏതാണ്? ഭീഷ്മ ഭാരത് ഹെൽത്ത് ഇനിഷ്യേറ്റീവ് പദ്ധതിയുടെ ഭാഗമായിട്ട്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ മൾട്ടിപർപ്പസ് ഗ്രീൻ ഹൈഡ്രജൻ പ്രൊജക്റ്റ് അത് നിലവിൽ വരുന്നത് ഹിമാചൽ പ്രദേശിലാണ്. സത്ലജ് ജൽ വൈദ്യുത് നിഗം ലിമിറ്റഡാണ് ഇത് നടത്തിപ്പ് ചുമതലയുള്ളത്. അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ മൾട്ടിപർപ്പസ് ഗ്രീൻ ഹൈഡ്രജൻ പ്രൊജക്റ്റ് വരുന്നത് ഹിമാചൽ പ്രദേശിലാണ്. ലോകത്തെ ആദ്യത്തെ കാലാവസ്ഥാ വ്യതിയാന രോഗി എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ കാനഡയിലാണ് കേട്ടോ. ലോകത്തിലെ തന്നെ ആദ്യത്തെ കാലാവസ്ഥാ വ്യതിയാന രോഗി അത് എവിടെയാണ്? കാനഡയിലാണ് അങ്ങനെ ഒരു സംഭവം സ്ഥിരീകരിച്ചത്. ഇനി AI അടിസ്ഥാനമാക്കിയുള്ള രാജ്യത്തെ ആദ്യ AI അധിഷ്ഠിത ഫോറസ്റ്റ് ഫയർ ഡിറ്റക്ഷൻ സിസ്റ്റം അത് സ്ഥാപിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ പെഞ്ച് ടൈഗർ റിസർവ് ആണ് കേട്ടോ. പെഞ്ച് ടൈഗർ റിസർവിലാണ് അത് സ്ഥാപിച്ചത്. അതെന്താണ് പെഞ്ച് ടൈഗർ റിസർവ് എവിടെയാണെന്ന് ചോദിച്ചാൽ മഹാരാഷ്ട്ര കേട്ടോ. സാധാരണ പെഞ്ച് ടൈഗർ റിസർവ് മധ്യപ്രദേശിലാണ്. ശരിക്കും മധ്യപ്രദേശ് മഹാരാഷ്ട്ര ബോർഡറിലാണ്. ഇതിൽ AI അടിസ്ഥാനമാക്കിയിട്ടുള്ള ഫോറസ്റ്റ് ഫയർ ഡിറ്റക്ഷൻ സെൻറ്റർ വന്നിരിക്കുന്നത് നമ്മുടെ മഹാരാഷ്ട്രയിലെ പെഞ്ച് ടൈഗർ റിസർവ് ആണ്. ഇനി അടുത്തത് വ്യോമസേനയിലെ ആദ്യ വനിതാ മലയാളി അഗ്നിവീർ ആരാണ്? വ്യോമസേനയിലെ ആദ്യ വനിതാ മലയാളി അഗ്നിവീറാണ് മേഘ മുകുന്ദൻ കേട്ടോ. മേഘ മുകുന്ദനാണത്. മേഘ മുകുന്ദൻ വ്യോമസേനയിലെ ആദ്യ വനിതാ മലയാളി അഗ്നിവീറാണ് മേഘ മുകുന്ദൻ. ഇനി ഇന്ത്യയിലെ പ്രഥമ ഫ്രഞ്ച് ഫെസ്റ്റിവലിൻ്റെ വേദി എവിടെയായിരുന്നു? ഇന്ത്യയിൽ പ്രഥമ ഫ്രഞ്ച് ഫെസ്റ്റിവലിൻ്റെ വേദി എവിടെയായിരുന്നു? കൊൽക്കട്ടയിലായിരുന്നു കേട്ടോ. പ്രഥമ ഫ്രഞ്ച് ഫെസ്റ്റിവലിൻ്റെ വേദി. ഇനി ലോകത്തിലെ ഏറ്റവും വലിയ ഭക്ഷ്യധാന്യ സംസ്കരണ പദ്ധതിക്ക് തുടക്കം കുറിച്ച നഗരം ചോദിച്ചാൽ അത് ന്യൂഡൽഹിയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഭക്ഷ്യധാന്യ സംസ്കരണ പദ്ധതിക്ക് തുടക്കം കുറിച്ച നഗരമാണ് ന്യൂഡൽഹി. ഇനി ബിരുദ പഠനത്തിന് പ്രവേശനം സ്പോർട്സ് കോട്ട ഉൾപ്പെടുത്തിയ IIT ചോദിച്ചാൽ അത് IIT മദ്രാസ് ആണ് കേട്ടോ. ബിരുദ പഠനത്തിന് പ്രവേശനത്തിന് സ്പോർട്സ് കോട്ട ഉൾപ്പെടുത്തിയ ആദ്യത്തെ IIT ആണ് IIT മദ്രാസ്. ബഹിരാകാശ യാത്രികർക്കുള്ള ഏഷ്യയിലെ ആദ്യ സ്വകാര്യ പരിശീലന കേന്ദ്രം വരുന്നത് നവി മുംബൈയിലാണ്.
ബഹിരാകാശ യാത്രികർക്കുള്ള ഏഷ്യയിലെ ആദ്യത്തെ സ്വകാര്യ പരിശീലന കേന്ദ്രമാണ് നവി മുംബൈയിൽ വരുന്നത്. UPI സാങ്കേതിക വിദ്യയിലേക്ക് മാറുന്ന ആദ്യത്തെ അമേരിക്കൻ രാജ്യം ചോദിച്ചാൽ അത് പെറു ആണ് കേട്ടോ. നമ്മുടെ ഇന്ത്യയുടെ UPI സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന ആദ്യത്തെ അമേരിക്കൻ രാജ്യമാണ് പെറു. ഇനി ലോകത്തിലെ തന്നെ ആദ്യത്തെ ഇലക്ട്രിക് വെഹിക്കിൾ ബാറ്ററി പാസ്പോർട്ട് അവതരിപ്പിച്ചത് വോൾവോ ആണ് കേട്ടോ. ഇലക്ട്രിക് വെഹിക്കിൾ EV ബാറ്ററി പാസ്പോർട്ട് അവതരിപ്പിച്ച കമ്പനി ചോദിച്ചാൽ അത് വോൾവോ ആണ്. ഇനി രാജ്യത്ത് ആദ്യമായിട്ട് നായയ്ക്ക് ഹൃദയ ശസ്ത്രക്രിയ ചെയ്തത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഡൽഹിയിലാണ്. നായയ്ക്ക് ഹൃദയ ശസ്ത്രക്രിയ രാജ്യത്ത് ആദ്യമായിട്ട് ചെയ്തത് ഡൽഹിയിലാണ്. ബീഗിൾ ഇനത്തിൽപ്പെട്ട ജൂലിയറ്റ് എന്ന് പറയുന്ന നായക്കാണ് ഹൃദയ ശസ്ത്രക്രിയ നടത്തിയത്. ഇനി വ്യോമസേനയിലെ ആദ്യ മലയാളി വനിത അഗ്നിവീർ നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ മേഘാ മുകുന്ദനാണ്. ഇനി ഇന്ത്യയിൽ ആദ്യമായിട്ട് നറുക്കെടുപ്പിലൂടെ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടത്തിയ സംസ്ഥാനം ഏതാണ്? ഹിമാചൽ പ്രദേശാണ് കേട്ടോ. ഇന്ത്യയിൽ ആദ്യമായിട്ട് നറുക്കെടുപ്പിലൂടെ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടത്തിയ സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. ഇനി ഹരിതോർജ വരുമാന പദ്ധതിയുടെ ഭാഗമായി രാജ്യത്തെ സമ്പൂർണ്ണ ഗ്രിഡ് ബന്ധിത സൗരോർജ്ജവൽകൃത ആദിവാസി കോളനി എന്ന നേട്ടം കൈവരിച്ചത് നടുപ്പതി പാലക്കാടാണ് കേട്ടോ. പാലക്കാടിലെ നടുപ്പതി എന്താണ് നടുപ്പതി കേട്ടോ. ഹരിതോർജ വരുമാന പദ്ധതിയുടെ ഭാഗമായി രാജ്യത്തെ സമ്പൂർണ്ണ ഗ്രിഡ് ബന്ധിത സൗരോർജ്ജവൽകൃത ആദിവാസി കോളനി എന്ന നേട്ടമാണ് നടുപ്പതി സ്വന്തമാക്കിയത്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ ആസ്ട്രോ ടൂറിസം ക്യാമ്പയിൻ്റെ പേരെന്താണെന്ന്? ഇന്ത്യയിലെ ആദ്യത്തെ ആസ്ട്രോ ടൂറിസം ക്യാമ്പയിൻ്റെ പേരാണ് നക്ഷത്ര സഭ കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ ആസ്ട്രോ ടൂറിസം ക്യാമ്പയിൻ്റെ പേരാണ് നക്ഷത്ര സഭ. ഇനി ഇന്ത്യയിലെ അതിർത്തി പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി ചിത്രങ്ങളുള്ള 100 രൂപ നോട്ട് അവതരിപ്പിക്കാൻ തീരുമാനിച്ച രാജ്യം ചോദിച്ചുള്ളത് നേപ്പാളാണ് കേട്ടോ. 100 രൂപ നോട്ടിൽ ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളുടെ ഫോട്ടോ കൂടി ഉൾപ്പെടുത്താൻ തീരുമാനിച്ച രാജ്യമാണ് നേപ്പാൾ. ഇനി ഇന്ത്യയിൽ ആദ്യ ധ്രുവദീപ്തി കണ്ടത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ലഡാക്കിലാണ് കേട്ടോ. അങ്ങനെ ഇന്ത്യയിൽ കാണാറില്ല. നമ്മൾ മെയിൻലി UK പോലുള്ള രാജ്യം, ലണ്ടനിലൊക്കെയാണ് അങ്ങനെ ധ്രുവദീപ്തി കാണാറുള്ളത്. നമ്മുടെ അറോറയൊക്കെ ഇല്ലേ, അറോറയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് അങ്ങനെ ധ്രുവദീപ്തി കണ്ടത് ലഡാക്കിലാണ്. ഇനി രാജ്യത്തെ ഏറ്റവും ഉയരമുള്ള ടണലായി കേന്ദ്രം അംഗീകരിച്ചത് സേല ടണലിനെയാണ് കേട്ടോ. എവിടെയാണ് ഈ സേല ടണൽ? അത് കമൻറ്റ് ചെയ്യുക കേട്ടോ. സേല ടണൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ രാജ്യത്തെ ആദ്യത്തെ ഉയരമുള്ള ടണലാണ് ഇരട്ട ടണലാണ് കേട്ടോ. ഇരട്ട തുരങ്കമാണ് ഈ സേല ടണൽ. ഇനി സംസ്ഥാനത്തെ ആദ്യ മിലി മാർട്ട് നിലവിൽ വരുന്നത് എവിടെയാണെന്ന്? മിലി മാർട്ട് നിലവിൽ വരുന്നത് പഴവങ്ങാടിയിലാണ് കേട്ടോ. പഴവങ്ങാടിയിലാണ്. നമ്മുടെ പാലിൽ പഴമിട്ട് കഴിച്ചു എന്ന് അങ്ങനെ എന്തെങ്കിലും കോഡ് വെച്ച് പഠിക്കുക. സംസ്ഥാനത്തെ ആദ്യ മിലി മാർട്ട് നിലവിൽ വരുന്നത് പഴവങ്ങാടിയാണ്. റീപൊസിഷനിങ് മിൽമ 2023 പദ്ധതിയുടെ ഭാഗമായി അവതരിപ്പിച്ച ഭാഗ്യചിഹ്നമായ മിലി എന്ന മിൽമ ഗേളിൻ്റെ പേരിലാണ് ഈ മാർട്ട് അറിയപ്പെടുന്നത്. അപ്പം മിലി എന്ന് പറയുന്നത് അവരുടെ ഭാഗ്യചിഹ്നമായിരുന്നു കേട്ടോ. അപ്പം മിലി മിൽമ മാർട്ട് എവിടെയാണെന്ന് ചോദിച്ചാൽ പഴവങ്ങാടിയാണ്. ഇനി ഇന്ത്യയിൽ ആദ്യമായിട്ട് 10 കോടി ആയുഷ്മാൻ ഹെൽത്ത് അക്കൗണ്ട്സ് ID സൃഷ്ടിച്ച സംസ്ഥാനം ചോദിച്ചാൽ അത് UP ആണ് കേട്ടോ. 10 കോടി ആയുഷ്മാൻ ഹെൽത്ത് അക്കൗണ്ട്സ് ID സൃഷ്ടിച്ച സംസ്ഥാനമാണ് UP. ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ റെയിൽവേ പാലം എവിടെയാണ് വരുന്നത്? ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരമേറിയ റെയിൽവേ പാലം അത് ജമ്മു കാശ്മീരിൽ ചെനാബ് നദിക്ക് കുറുകെ റിയാസി ജില്ലയിലാണ് വരുന്നത് കേട്ടോ. ജമ്മു കാശ്മീരിലെ ചെനാബ് നദിക്ക് കുറുകെയാണ് റിയാസി ജില്ലയിലാണ് വരുന്നത്. ഇനി രാജ്യത്ത് ആദ്യമായി തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയറിൽ പ്രവർത്തിക്കുന്ന തുറമുഖ നാവിഗേഷൻ സെൻറ്റർ വരുന്നത് വിഴിഞ്ഞത്താണ് കേട്ടോ. വിഴിഞ്ഞത്താണ് രാജ്യത്ത് ആദ്യമായിട്ട് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയറിൽ പ്രവർത്തിക്കുന്ന തുറമുഖ നാവിഗേഷൻ സെൻറ്റർ. അപ്പം തുറമുഖ നാവിഗേഷൻ സെൻറ്റർ ഉണ്ട്, പക്ഷെ അതെങ്ങനെയാണ്? രാജ്യത്ത് ആദ്യമായിട്ട് തദ്ദേശീയമായി വികസിപ്പിച്ച സോഫ്റ്റ്വെയറിൽ നിന്നും പ്രവർത്തിക്കുന്ന നാവിഗേഷൻ സെൻറ്റർ വരുന്നത് എവിടെയാണ്? വിഴിഞ്ഞത്താണ്. ഇനി അത് മദ്രാസ് IIT ആണ്. ഈ സോഫ്റ്റ്വെയർ വികസിപ്പിച്ചെടുത്തത് ആരെന്ന് ചോദിച്ചാൽ മദ്രാസ് IIT ആണ്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ നാവിഗേറ്റിംഗ് ഓഡിറ്റ് ഹെറിറ്റേജ് മ്യൂസിയം ഏതാണെന്ന്? ഇന്ത്യയിലെ ആദ്യത്തെ നാവിഗേറ്റിംഗ് ഓഡിറ്റ് ഹെറിറ്റേജ് മ്യൂസിയം അത് ചാഡ്വിക്ക് ഹൗസ് ആണ് കേട്ടോ. ഷിംലയിലുള്ള ചാഡ്വിക്ക് ഹൗസ് ആണ് ഹെറിറ്റേജ് മ്യൂസിയം, ആദ്യത്തെ നാവിഗേറ്റിംഗ് ഓഡിറ്റ് ഹെറിറ്റേജ് മ്യൂസിയം. ഈ ചാഡ്വിക്ക് ഹൗസ് ഇനോഗ്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഓപ്പൺ ചെയ്തത് നമ്മുടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ CAG ആണ്. CAG ഇപ്പോഴത്തെ ആരാണ്? നമ്മുടെ ദ്രൗപദി മുർമു അല്ല, നമ്മുടെ GC മുർമു, നമ്മുടെ ഗിരീഷ് ചന്ദ്ര മുർമു കേട്ടോ. ഗിരീഷ് ചന്ദ്ര മുർമു CAG ആണ് ഇത് ഓപ്പൺ ചെയ്ത്. ദ്രൗപദി മുർമു നമ്മുടെ പ്രസിഡൻ്റാണ്. ഓക്കെ.
ഇനി അടുത്തതാണ് ഇന്ത്യൻ നാവികസേനയിലെ ആദ്യത്തെ വനിതാ ഹെലികോപ്റ്റർ പൈലറ്റ് എന്ന നേട്ടം കൈവരിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് അനാമികയാണ് കേട്ടോ. അനാമിക ബി രാജീവാണ് ഇന്ത്യയുടെ നാവികസേനയിലെ ആദ്യത്തെ വനിതാ ഹെലികോപ്റ്റർ പൈലറ്റ് എന്ന നേട്ടം കൈവരിച്ചത്. ഇനി രാജ്യത്തെ ഏറ്റവും വലിയ പുള്ളിപ്പുലി സഫാരി പാർക്ക് വരുന്നത് എവിടെയാണെന്ന്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ പുള്ളിപ്പുലി സഫാരി പാർക്ക് നിലവിൽ വരുന്നത് ബന്നാർഘട്ട ബയോളജിക്കൽ പാർക്ക്. എവിടെയാണ് ബന്നാർഘട്ട ബയോളജിക്കൽ പാർക്ക്? കർണാടകയാണ് അല്ലേ. കർണാടകയിലെ ബന്നാർഘട്ട ബയോളജിക്കൽ പാർക്കിലാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഏറ്റവും വലിയ പുള്ളിപ്പുലി സഫാരി പാർക്ക് നിലവിൽ വരുന്നത്. ഇനി രാജ്യത്തെ ആദ്യ തീരക്കടൽ കാറ്റാടിപ്പാടം നിലവിൽ വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ കന്യാകുമാരിയിലാണ് കേട്ടോ. രാജ്യത്തെ ആദ്യത്തെ തീരക്കടൽ കാറ്റാടിപ്പാടം നിലവിൽ വരുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ കന്യാകുമാരിയിലാണ്. ഇനി രാജ്യത്ത് ആദ്യമായിട്ട് കാട്ടാന അടക്കമുള്ള വന്യമൃഗങ്ങൾ കാടിറങ്ങുന്നത് തടയുന്നതിനായിട്ട് AI സാങ്കേതികവിദ്യ ഉപയോഗിച്ച് സ്മാർട്ട് ഫെൻസിങ് നിലവിൽ വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ വയനാട്ടിലെ ചെതലയത്താണ് കേട്ടോ. വയനാട് ചെതലയം സംരക്ഷിത മേഖലയിലാണ് AI സാങ്കേതികവിദ്യ സ്മാർട്ട് ഫെൻസിങ് സിസ്റ്റം വരുന്നത്. ഇനി നമ്മുടെ സംസ്ഥാനത്തെ ആദ്യത്തെ കൂൺ ഗ്രാമം ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ്? സംസ്ഥാനത്തെ ആദ്യത്തെ കൂൺ ഗ്രാമമാണ് നന്ദിയോട് കേട്ടോ. സംസ്ഥാനത്തെ ആദ്യത്തെ കൂൺ ഗ്രാമം ഏതാണെന്ന് ചോദിച്ചാൽ അത് നന്ദിയോടാണ്. നന്ദിയോട് എവിടെയാണ്? തിരുവനന്തപുരത്താണ് കേട്ടോ. വാമനപുരം തിരുവനന്തപുരത്താണ് നന്ദിയോട്. ഇനി ഇന്ത്യയിലെ ജനസാന്ദ്രത ഏറിയ സംസ്ഥാനങ്ങൾക്കിടയിൽ ആദ്യത്തെ വെളിയിട വിസർജ്ജ വിമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചത് എന്നാണെന്ന്. അപ്പോൾ ഇതിൽ ഇന്ത്യയിലെ ആദ്യത്തെ വെളിയിട വിസർജ്ജ വിമുക്ത അല്ലെങ്കിൽ ODF സംസ്ഥാനമായി പ്രഖ്യാപിച്ച ആദ്യത്തെ സംസ്ഥാനം ചോദിച്ചാൽ അത് കേരളമാണ്. ഏത് വർഷം ചോദിച്ചാൽ 2016 നവംബർ 1 അങ്ങനെ പ്രഖ്യാപിച്ചത് കേട്ടോ. അതിൽ ODF പ്ലസ് ബഹുമതി കിട്ടിയ ആദ്യത്തെ കേരളത്തിലെ ജില്ല ചോദിച്ചാൽ അത് നമ്മുടെ വയനാടുമാണ്. ഓക്കെ. ഇനി അടുത്തിടെ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച കേരളത്തിലെ നഗരസഭയാണ് കൊട്ടാരക്കര കേട്ടോ. കൊട്ടാരക്കരയാണ് നഗരസഭ ചോദിച്ചുള്ളത് കൊട്ടാരക്കരയാണ്. ഇനി മണ്ഡലമാണെങ്കിലോ കേരളത്തിലെ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ആദ്യത്തെ നിയമസഭാ മണ്ഡലം ചോദിച്ചാൽ തളിപ്പറമ്പാണ് കേട്ടോ. നിയമസഭാ മണ്ഡലം തളിപ്പറമ്പാണ്. ജില്ല ചോദിച്ചാൽ കാസർഗോഡാണ്. ഇനി ബ്ലോക്ക് പഞ്ചായത്ത് ചോദിച്ചാൽ അത് കിളിമാനൂരാണ് കേട്ടോ. കിളിമാനൂർ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ബ്ലോക്ക് പഞ്ചായത്താണ് കിളിമാനൂർ. ഇനി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നത് നിയമം മൂലം നിർബന്ധമാക്കിയ സംസ്ഥാനം ചോദിച്ചാൽ അത് ഗുജറാത്താണ് കേട്ടോ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നത് നിയമം മൂലം നിർബന്ധമാക്കിയ സംസ്ഥാനമാണ് ഗുജറാത്ത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവർക്ക് വിദ്യാഭ്യാസ യോഗ്യത നിർബന്ധമാക്കിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാലോ അത് രാജസ്ഥാനാണ് കേട്ടോ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവർക്ക് വിദ്യാഭ്യാസ യോഗ്യത നിർബന്ധമാക്കിയ ആദ്യ സംസ്ഥാനം രാജസ്ഥാനും. അതേപോലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവരുടെ വീട്ടിൽ ശൗചാലയം വേണമെന്ന വ്യവസ്ഥ കൊണ്ടുവന്ന ആദ്യത്തെ സംസ്ഥാനമാണെങ്കിൽ അത് ബീഹാറാണ് കേട്ടോ. ശൗചാലയം വേണമെന്ന വ്യവസ്ഥ ബീഹാറാണ്. ഇനി PM ജീവൻ ജ്യോതി ബീമാ യോജനയിൽ 100% സാച്ചുറേഷൻ അല്ലെങ്കിൽ 100% ആൾക്കാർ അതിൽ ജോയിൻ ചെയ്ത് അങ്ങനെ ഒരു നേട്ടം കൈവരിച്ച ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ജില്ല ചോദിച്ചാൽ അത് വയനാടാണ് കേട്ടോ. വയനാടാണ്. PM ജീവൻ ജ്യോതി ബീമാ യോജനയിൽ 100% സാച്ചുറേഷൻ നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ ജില്ലയാണ് വയനാട്. ഇനി ഇന്ത്യയിലെ ഫസ്റ്റ് ബുള്ളിയൻ എക്സ്ചേഞ്ച് നിലവിൽ വരുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളിയൻ എക്സ്ചേഞ്ച് നിലവിൽ വരുന്നത് ഗാന്ധിനഗർ ഗുജറാത്തിലാണ് കേട്ടോ. ബുള്ളിയൻ എക്സ്ചേഞ്ച് നിലവിൽ വരുന്നത് ഗാന്ധിനഗർ ഗുജറാത്തിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സെമി കണ്ടക്ടർ ഫാബ്രിക്കേഷൻ പ്ലാന്റ് ആണെങ്കിൽ അതും നിലവിൽ വരുന്നത് ഗുജറാത്തിലാണ്. സെമി കണ്ടക്ടർ ഫാബ്രിക്കേഷൻ പ്ലാന്റ്. ഇനി രാജ്യത്തെ ആദ്യ തദ്ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം നിലവിൽ വരുന്നതോ അത് പാറ്റ്നയിലാണ്. തദ്ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രമാണ് പാറ്റ്ന, ബീഹാറിൽ വരുന്നത്. സംസ്ഥാനത്തെ ആദ്യത്തെ സൗജന്യ വൈഫൈ പാർക്ക് എവിടെയാണ്? സംസ്ഥാനത്തെ ആദ്യത്തെ സൗജന്യ വൈഫൈ പാർക്ക് വരുന്നത് മാനാഞ്ചിറയിലാണ് കേട്ടോ. മാനാഞ്ചിറ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മാനാഞ്ചിറ അത് കോഴിക്കോടാണ്. മാനാഞ്ചിറയിലാണ് ആദ്യത്തെ സൗജന്യ വൈഫൈ പാർക്ക്. ഇനി രാജ്യത്ത് ആദ്യമായിട്ട് വിധവാ പുനർവിവാഹ നിയമം നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനം ചോദിച്ചാൽ അത് ജാർഖണ്ഡ് ആണ് കേട്ടോ. എന്താണ്? വിധവാ പുനർവിവാഹ നിയമം അല്ല, വിധവാ പുനർവിവാഹ പദ്ധതി കേട്ടോ. ഒരു പദ്ധതി കൊണ്ടുവരുന്നത്. വിധവാ പുനർവിവാഹ പദ്ധതി കൊണ്ടുവരുന്ന ആദ്യത്തെ സംസ്ഥാനം ചോദിച്ചത് ജാർഖണ്ഡ് ആണ്. നിയമമൊക്കെ നമുക്ക് നേരത്തെ ഉണ്ട്. അങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവരുന്ന ആദ്യത്തെ സംസ്ഥാനം ചോദിച്ചാൽ അത് ജാർഖണ്ഡ് ആണ്.
ഒരു എക്സ്ട്രാ പോയിന്റും കൂടെ പറയാം. നമ്മൾ പറഞ്ഞു ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ മീഡിയ കൈവരിച്ച അല്ലെങ്കിൽ ഡിജിറ്റൽ സാക്ഷരത മണ്ഡലമായി മാറിയത് തളിപ്പറമ്പാണെന്ന് പറഞ്ഞു. അത് ഏത് പദ്ധതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു പദ്ധതിയിലൂടെ ഈ നേട്ടം തളിപ്പറമ്പ് കൈവരിച്ചെന്ന് ചോദിച്ചാൽ നമ്മുടെ MLA ആയിട്ടുള്ള MV ഗോവിന്ദൻ്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ ഇടം പദ്ധതിയിലൂടെയാണ് തളിപ്പറമ്പ് ഈ ഒരു നേട്ടം കൈവരിച്ചത്. ഇനി ഇടം പദ്ധതി എന്ന് വെച്ചാൽ എഡ്യൂക്കേഷണൽ ആൻഡ് ഡിജിറ്റൽ അവയർനെസ് മിഷൻ എന്നാണ് ഇടം പദ്ധതിൻ്റെ ഫുൾ ഫോം. എഡ്യൂക്കേഷണൽ ആൻഡ് ഡിജിറ്റൽ അവയർനെസ് മിഷൻ. ഇങ്ങനെയൊരു പദ്ധതിയിലൂടെയാണ് ആ തളിപ്പറമ്പ് ആദ്യത്തെ സാക്ഷരതാ മണ്ഡലം, സമ്പൂർണ്ണ ഡിജിറ്റൽ മീഡിയ സാക്ഷരത കൈവരിച്ച ആദ്യ മണ്ഡലമായിട്ട് മാറിയത്. സംസ്ഥാനത്തെ ആദ്യത്തെ മാരിടൈം ക്ലസ്റ്റർ നിലവിൽ വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ചേർത്തലയിലാണ് കേട്ടോ. സംസ്ഥാനത്തെ ആദ്യത്തെ മാരിടൈം ക്ലസ്റ്റർ നിലവിൽ വരുന്നത് ചേർത്തലയിലാണ്. ഉപഭോക്തൃ അനുഭവം മെച്ചപ്പെടുത്തുന്നതിനും സേവനങ്ങൾ കൂടുതൽ ലളിതമാക്കുന്നതിനും വെബ്സൈറ്റിൽ ജനറേറ്റീവ് AI അവതരിപ്പിച്ച ബാങ്ക് ചോദിച്ചാൽ അത് ഫെഡറൽ ബാങ്കാണ് കേട്ടോ. ഫെഡറൽ ബാങ്കാണ്. എന്താണ്? ഉപഭോക്തൃ അനുഭവം മെച്ചപ്പെടുത്തുന്നതിനും സേവനങ്ങൾ കൂടുതൽ ലളിതമാകുന്ന രീതിയിൽ നമ്മുടെ കൺസ്യൂമേഴ്സിന് എത്തുന്നതിനും വെബ്സൈറ്റിൽ ജനറേറ്റീവ് AI നടപ്പിലാക്കിയ ആദ്യത്തെ ബാങ്ക് ഫെഡറൽ ബാങ്കാണ്. ഇനി ഇന്ത്യയിൽ ഗതാഗത മേഖലയിൽ ആദ്യമായിട്ട് പോഡ് ടാക്സി സംവിധാനം നിലവിൽ വരുന്നത് മുംബൈയിലാണ് കേട്ടോ. ഗതാഗത മേഖലയിൽ, അല്ലാതെ പോഡ് ടാക്സി നമ്മുടെ നോയിഡയിലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇതെന്താണ്? ഇന്ത്യയിലെ ഗതാഗത മേഖലയിൽ ആദ്യമായിട്ട് പോഡ് ടാക്സി സംവിധാനം നിലവിൽ വരുന്നത് മുംബൈയിലാണ്. ഇനി ബംഗ്ലാദേശിൽ ചിത്രീകരിക്കുന്ന ആദ്യത്തെ മലയാള സിനിമ ചോദിച്ചാൽ അത് ആക്ഷൻ ഹീറോ ബിജു 2 ആണ് കേട്ടോ. ആക്ഷൻ ഹീറോ ബിജു 2 അതാണ് നമ്മുടെ ബംഗ്ലാദേശിൽ ചിത്രീകരിക്കാൻ പോകുന്ന ആദ്യത്തെ മലയാള സിനിമ. ഇനി ഇന്ത്യയിലെ ആദ്യ സഹകരണ മ്യൂസിയം നിലവിൽ വരുന്നത് അത് കോഴിക്കോടാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യ സഹകരണ മ്യൂസിയം നിലവിൽ വരുന്നത് കോഴിക്കോടാണ്. ലോകത്തിലെ ആദ്യത്തെ 3D പ്രിന്റഡ് മസ്ജിദ് നിലവിൽ വരുന്നത് സൗദി അറേബ്യയിലാണ് കേട്ടോ. ലോകത്തിലെ ആദ്യത്തെ 3D പ്രിന്റഡ് മസ്ജിദ് സൗദി അറേബ്യയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഡോർ അത്ലറ്റിക് സ്റ്റേഡിയം ആണെങ്കിൽ അത് ഭുവനേശ്വർ ഒഡീഷയിലാണ് നിലവിൽ വരുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഡോർ അത്ലറ്റിക് സെന്റർ വരുന്നത് ഭുവനേശ്വർ ഒഡീഷയിലാണ്. ഇനി രാജ്യത്തെ ആദ്യത്തെ 8 വരി എലിവേറ്റഡ് പാത വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ദ്വാരകയാണ് കേട്ടോ. ദ്വാരക രാജ്യത്തെ ആദ്യത്തെ 8 വരി എലിവേറ്റഡ് ഹൈവേ ആണ് നിലവിൽ വരുന്നത് ദ്വാരകയിലാണ്. ഇനി ഫസ്റ്റ് ഡിജിറ്റൽ സാക്ഷരത പഞ്ചായത്ത് ചോദിച്ചാൽ അത് കുറുമാത്തൂർ ആണ് കേട്ടോ. കുറുമാത്തൂർ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ഡിജിറ്റൽ സാക്ഷരതയായ നിയോജക മണ്ഡലം നമ്മൾ പറഞ്ഞു അത് തളിപ്പറമ്പായിരുന്നു. ഇനി ഫസ്റ്റ് ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച പഞ്ചായത്ത് ചോദിച്ചാൽ അത് കുറുമാത്തൂരാണ്. അടുത്തിടെ ഏത് സംസ്ഥാനത്താണ് എല്ലാ സർക്കാർ രേഖകളിലും അമ്മയുടെ പേര് നിർബന്ധമാക്കി സംസ്ഥാനം ചോദിച്ചാൽ അത് മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്ര. അടുത്തിടെ ഏത് സംസ്ഥാനത്താണ് എല്ലാ സർക്കാർ രേഖകളിലും അമ്മയുടെ പേര് നിർബന്ധമാക്കിയെന്ന് ചോദിച്ചാൽ മഹാരാഷ്ട്രയാണ്. ഹരിത ഹൈഡ്രജൻ നിർമ്മിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ പ്ലാന്റ് നിലവിൽ വരുന്നത് ജാംനഗറിലാണ് കേട്ടോ. ഹരിത ഹൈഡ്രജൻ നിർമ്മിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ പ്ലാന്റ്. ഇനി നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ സ്കിൽ ഇന്ത്യ സെന്റർ വരുന്നത് ചോദിച്ചത് സാമ്പൽപൂർ ആണ്. സാമ്പൽപൂർ എവിടെയാണ്? ഒഡീഷയിലാണ് കേട്ടോ. ആദ്യത്തെ സ്കിൽ ഇന്ത്യ സെന്റർ നിലവിൽ വരുന്നത് സാമ്പൽപൂർ ഒഡീഷയാണ്. ഇനി കോട്ടൺ ക്യാൻഡി പോലെയുള്ള കളർ ഉപയോഗിക്കുന്ന വസ്തുക്കൾ അടുത്തിടെ ബാൻ ചെയ്ത ഇന്ത്യയിലെ സംസ്ഥാനം ചോദിച്ചാൽ അത് തമിഴ്നാടാണ് കേട്ടോ. അതിലെ ക്യാൻസർ കോസിംഗ് ആയിട്ടുള്ള കളറിംഗ് ഏജന്റ് റോഡമൈൻ ബിന്റെ സാന്നിധ്യമാണ് ഈ ബാനിന് കാരണമായിട്ട് പറയുന്നത്. റോഡമൈൻ ബി. ഇനി യങ്ങസ്റ്റ് ചെസ് പ്ലെയർ ടു ഡിഫീറ്റ് എ ഗ്രാൻഡ് മാസ്റ്റർ. ഒരു ഗ്രാൻഡ് മാസ്റ്ററിനെ ഡിഫീറ്റ് ചെയ്യുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് പ്ലെയറാണ് അശ്വന്ത് കൗശിക്. ഇന്ത്യൻ വംശജനായിട്ടുള്ള അശ്വന്ത് കൗശിക്കാണ്. പക്ഷേ സിംഗപ്പൂരിലാണ് ജീവിക്കുന്നത് കേട്ടോ. ഇന്ത്യൻ വംശജനാണ് അശ്വന്ത് കൗശിക്കാണ് യങ്ങസ്റ്റ് ചെസ് പ്ലെയർ ടു ഡിഫീറ്റ് എ ഗ്രാൻഡ് മാസ്റ്റർ. ഇനി സംസ്ഥാനത്ത് ആദ്യമായിട്ട് ഓൺലൈൻ ഗ്രാമസഭ അവതരിപ്പിച്ചത് എവിടെയാണെന്ന് ചോദിച്ചുള്ളത് മലയൻ കീഴിലാണ് സംസ്ഥാനത്ത് ആദ്യമായിട്ട് ഓൺലൈൻ ഗ്രാമസഭ അവതരിപ്പിച്ചത്. പുൽമേടുകളും വന്യജീവികളെ സംരക്ഷിക്കുന്നതിനായിട്ട് നിലവിൽ വരുന്ന അറ്റുപാടി കൺസർവേഷൻ റിസർവ് എവിടെയാണെന്ന് ചോദിച്ചാൽ അറ്റുപാടി കേട്ടോ. അറ്റുപാടി കൺസർവേഷൻ റിസർവ് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് മഹാരാഷ്ട്രയിലാണ്. ഇതിനാണ് പുൽമേടുകളെയും വന്യജീവികളെയും സംരക്ഷിക്കുന്നതിനായിട്ട് നിലവിൽ വരുന്ന അറ്റുപാടി കൺസർവേഷൻ റിസർവ് മഹാരാഷ്ട്രയിലാണ്. രാജ്യത്ത് ആദ്യമായി ആരോഗ്യ പ്രവർത്തകരുടെയും രോഗികളുടെയും ആശുപത്രികളുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കാനായിട്ട് കോഡ് ഗ്രേ പ്രോട്ടോകോൾ പുറത്തിറക്കിയ സംസ്ഥാനം ചോദിച്ചുള്ളത് കേരളമാണ് കേട്ടോ. കോഡ് ഗ്രേ പ്രോട്ടോകോൾ പുറത്തിറക്കിയ ആദ്യത്തെ സംസ്ഥാനം കേരളമാണ്. അതെന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചാൽ ആശുപത്രികളുടെയും പിന്നെ അവിടുത്തെ രോഗികളുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും ഒക്കെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇനി വോട്ടിംഗ്
വോട്ടിംഗ് മെഷീൻ പരിചയപ്പെടുത്തുക, ജനാധിപത്യത്തിൽ വോട്ടവകാശത്തിൻ്റെ പ്രാധാന്യം തുടങ്ങിയ കാര്യങ്ങൾ സമൂഹത്തിൽ എത്തിക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ്റെ പദ്ധതി ചോദിച്ചാൽ അത് ചുനാവ് പാഠശാലയാണ് കേട്ടോ. ചുനാവ് പാഠശാല. എന്താണ്? വോട്ടിംഗ് മെഷീൻ പരിചയപ്പെടുത്തുക, ജനാധിപത്യത്തിൽ വോട്ടവകാശത്തിൻ്റെ പ്രാധാന്യം തുടങ്ങിയ കാര്യങ്ങൾ സമൂഹത്തിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇലക്ഷൻ കമ്മീഷൻ തുടങ്ങിയ പദ്ധതിയാണ് ചുനാവ് പാഠശാല. കേരളത്തിലെ ആദ്യത്തെ ചുനാവ് പാഠശാലയ്ക്ക് തുടക്കം കുറിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് അട്ടപ്പാടിയിലാണ് കേട്ടോ. അട്ടപ്പാടിയിൽ ആദിവാസികളല്ല, അപ്പോൾ അവർക്ക് കുറച്ചുകൂടെ ബോധവൽക്കരണം കൊടുക്കാൻ വേണ്ടിയിട്ട് അട്ടപ്പാടിയിലാണ് ഈ ചുനാവ് പദ്ധതി പാഠശാല കേരളത്തിൽ ആദ്യമായിട്ട് നടപ്പിലാക്കിയത്. അടുത്ത രാജ്യത്തെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് നിലവിൽ വരുന്ന സംസ്ഥാനം ചോദിച്ചാൽ അരുണാചൽ പ്രദേശാണ് കേട്ടോ. രാജ്യത്തെ ഏറ്റവും ഉയരത്തിലുള്ള അണക്കെട്ട് നിലവിൽ വരുന്നത് അരുണാചൽ പ്രദേശിലാണ്. മിഷൻ പാം ഓയിലിൻ്റെ കീഴിലുള്ള ആദ്യത്തെ ഓയിൽ പാം പ്രോസസ്സിംഗ് മില്ല് വരുന്നതും അരുണാചൽ പ്രദേശിലാണ്. മിഷൻ പാം ഓയിലിൻ്റെ കീഴിലുള്ള ആദ്യത്തെ ഓയിൽ പാം പ്രോസസ്സിംഗ് മില്ല് വരുന്നത് അരുണാചൽ പ്രദേശിലാണ്. അടുത്തിടെ കണ്ടെത്തിയ ഭീമൻ അഗ്നിപർവ്വതമായ നൊക്ടീസ് ഏത് ഗ്രഹത്തിലാണെന്ന് ചോദിച്ചാൽ ചൊവ്വയിലാണ് കേട്ടോ. അത് ഫസ്റ്റ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല, നല്ല ഇടയ്ക്ക് എവിടെ എഴുതി വെച്ചതാണ്. അടുത്തിടെ കണ്ടെത്തിയ ഭീമൻ അഗ്നിപർവ്വതമായ നൊക്ടീസ് ഏത് ഗ്രഹത്തിലാണെന്ന് ചോദിച്ചാൽ ചൊവ്വയിലാണ്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ മറൈൻ എലൈറ്റ് ഫോഴ്സ് അവതരിപ്പിച്ച് അല്ലെങ്കിൽ മറൈൻ എലൈറ്റ് ഫോഴ്സ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ചോദിച്ചാൽ തമിഴ്നാടാണ് കേട്ടോ. നമ്മൾ മറൈൻ ക്ലസ്റ്റർ പഠിച്ചു. സംസ്ഥാനത്തെ ആദ്യത്തെ മറൈൻ ക്ലസ്റ്റർ വരുന്നത് ചേർത്തലയാണെന്ന് പഠിച്ചു. അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ മറൈൻ എലൈറ്റ് ഫോഴ്സ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ തമിഴ്നാടാണ്. കറണ്ട് അഫെയറുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ പറയുന്നതെല്ലാം. ഇനി കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ് വുമൺ ഡോക്ടർ ആയത് ഡോക്ടർ വിബയാണ് കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ് വുമൺ ഡോക്ടർ ആയത് ഡോക്ടർ വിബയാണ്. ഇനി ലോകത്തിലെ ആദ്യത്തെ സോളാർ വിൻഡ് സംയുക്ത വൈദ്യുതി പദ്ധതി നടപ്പിലാക്കി നിലവിൽ വരുന്നത് ഗുജറാത്തിലാണ് കേട്ടോ. ലോകത്തിലെ തന്നെ ആദ്യത്തെ സോളാർ വിൻഡ് സംയുക്ത വൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത് ഗുജറാത്തിലാണ്. അതുപോലെ ജാതി വിവേചനം നിരോധിച്ച ആദ്യ അമേരിക്കൻ നഗരമായത് സിയാറ്റിലാണ് കേട്ടോ. ജാതി വിവേചനം നിരോധിച്ച ആദ്യത്തെ അമേരിക്കൻ നഗരമാണ് സിയാറ്റിൽ. ലോകത്തിലെ ആദ്യത്തെ CNG ബൈക്ക് അവതരിപ്പിച്ച കമ്പനി ചോദിച്ചാൽ അത് ബജാജ് ആണ്. ലോകത്തിലെ ആദ്യത്തെ CNG ബൈക്ക് അവതരിപ്പിച്ച കമ്പനിയാണ് ബജാജ്. ഇനി ഭൂമിയിലെ ഏറ്റവും വിദൂര പ്രദേശം എന്നറിയപ്പെടുന്ന തെക്കൻ പസഫിക്കിലെ പോയിന്റ് നെമോയിലെത്തിയ ആദ്യത്തെ പരിവേഷകനാണ് ആര്? നമ്മുടെ ക്രിസ് ബ്രൗൺ ആണ് കേട്ടോ. പോയിന്റ് നെമോയിലെത്തിയ ആദ്യത്തെ ആൾ ചോദിച്ചാൽ ക്രിസ് ബ്രൗൺ ആണ്, ബ്രിട്ടൻകാരനാണ്. ഇനി നമ്മുടെ ബഹിരാകാശ വാഹനങ്ങളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നതാണ് ഈ പോയിന്റ് നെമോ കേട്ടോ. ബഹിരാകാശ വാഹനങ്ങളുടെ ശവപ്പറമ്പ് പോയിന്റ് നെമോ കണ്ടെത്തിയ വർഷം 1992 കണ്ടെത്തിയത്. ഇനി കേരളത്തിലെ ആദ്യത്തെ യന്ത്രവൽകൃത റെയിൽവേ ഗേറ്റ് വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ തുറവൂറാണ് കേട്ടോ. തുറവൂർ. ആ ഗേറ്റ് നമുക്ക് തുറക്കണമല്ലോ, അപ്പോൾ അങ്ങനെയല്ലേ വയ്ക്കുക, തുറവൂർ. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ യന്ത്രവൽകൃത റെയിൽവേ ഗേറ്റ് ആണെങ്കിൽ തുറവൂറാണ്. ഒരു യൂറോപ്യൻ രാജ്യത്തെ നയിക്കുന്ന ആദ്യത്തെ കറുത്ത വർഗ്ഗക്കാരനായത് വോൺ ഗെത്തിങ് ആണ് കേട്ടോ. വെയിൽസിലാണ് നയിക്കുന്നത്. വോൺ ഗെത്തിങ് ആണ്. ഒരു യൂറോപ്യൻ രാജ്യത്തെ നയിക്കുന്ന ആദ്യത്തെ കറുത്ത വർഗ്ഗക്കാരനാണ് വോൺ ഗെത്തിങ്. ഇനി ഏഷ്യയിലെ ഏറ്റവും വലിയ തുലിപ്പ് ഗാർഡൻ എവിടെയാണെന്ന് ചോദിച്ചാൽ ശ്രീനഗറിലാണ്. അതിൻ്റെ പേര് ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ തുലിപ്പ് ഗാർഡൻ ആണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ തുലിപ്പ് ഗാർഡൻ കേട്ടോ. അതാണ് ശ്രീനഗറിലുള്ള ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ തുലിപ്പ് ഗാർഡൻ. അത് ഓസ്ട്രേലിയയുടെ സെനറ്റ് അംഗമായി തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ ഇന്ത്യൻ വംശജനാണ് വരുൺ ഘോഷ് കേട്ടോ. ഓസ്ട്രേലിയയുടെ സെനറ്റ് അംഗമായി തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ ഇന്ത്യൻ വംശജനാണ് വരുൺ ഘോഷ്. ഇനി കേരളത്തിലെ ആദ്യത്തെ ടൈഗർ സഫാരി പാർക്ക് നിലവിൽ വരുന്നത് പെരുവണ്ണാമൂഴി കോഴിക്കോടാണ് കേട്ടോ. പെരുവണ്ണാമൂഴി കോഴിക്കോടാണ് കേരളത്തിലെ ആദ്യത്തെ ടൈഗർ സഫാരി പാർക്ക്. അപ്പോൾ നമ്മൾ ഇന്ത്യയിലെ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഏറ്റവും വലിയ പുള്ളിപ്പുലി സഫാരി പാർക്ക് പഠിച്ചത് ബെന്നാർഘട്ടയാണ്, കർണാടക. ഇനി സംസ്ഥാനത്തെ ആദ്യ പന്നൽ പാർക്ക് ഫെനേറിയം നിലവിൽ വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് രാജ്മലയിലാണ് കേട്ടോ. ഇടുക്കിയിലെ രാജ്മലയിലാണ് സംസ്ഥാനത്തെ ആദ്യത്തെ പന്നൽ പാർക്ക് അല്ലെങ്കിൽ ഫെനേറിയം നിലവിൽ വരുന്നത്. ജലവിഭവ വിവര സംവിധാനത്തിൽ ഡാഷ്ബോർഡ് അവതരിപ്പിച്ച ആദ്യ സംസ്ഥാനം ചോദിച്ചാൽ അത് രാജസ്ഥാനാണ് കേട്ടോ. രാജസ്ഥാനാണ് ജലവിഭവ വിവര സംവിധാനത്തിൽ ഡാഷ്ബോർഡ് അവതരിപ്പിച്ച ആദ്യ സംസ്ഥാനം. ഇനി ലോകത്തിൽ തന്നെ ആദ്യത്തെ ഡ്രാഗൺ ബോൾ തീം പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ റിയാദിലാണ് കേട്ടോ. സൗദി അറേബ്യയിലെ റിയാദിലാണ് ലോകത്തിലെ തന്നെ ആദ്യത്തെ ഡ്രാഗൺ ബോൾ തീം പാർക്ക് നിലവിൽ വരുന്നത്. ഇനി ലോകത്തിലെ ആദ്യത്തെ 3D പ്രിന്റഡ് മസ്ജിദ് നമ്മൾ നേരത്തെ പറഞ്ഞാണ്, സൗദി അറേബ്യയിലാണ് വരുന്നത്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ ആയുർവേദ കഫേ നിലവിൽ വരുന്നത് ന്യൂഡൽഹിയിലാണ്.
ജില്ലാ മൂല്യവർദ്ധിത അടിസ്ഥാനത്തിൽ പ്രതിശീർഷ വരുമാനം രേഖപ്പെടുത്തുന്ന കേരളത്തിലെ ആദ്യത്തെ ജില്ലയായി മാറിയത് ഏതാണെന്ന് ചോദിച്ചുള്ളത് എറണാകുളമാണ്. ജില്ലാ മൂല്യവർദ്ധിത അടിസ്ഥാനത്തിൽ പ്രതിശീർഷ വരുമാനം രേഖപ്പെടുത്തുന്ന കേരളത്തിലെ ആദ്യത്തെ ജില്ല എറണാകുളമാണ്. പ്രതിശീർഷ വരുമാനം ഏറ്റവും കൂടിയ ജില്ല ചോദിച്ചാലും എറണാകുളമാണ്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഇന്ത്യ ഫ്യൂച്ചർ ലാബ് നിലവിൽ വരുന്നത് തിരുവനന്തപുരത്താണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഇന്ത്യ ഫ്യൂച്ചർ ലാബ് തിരുവനന്തപുരത്താണ്. ഇനി മിസ് യൂണിവേഴ്സ് മത്സര ചരിത്രത്തിൽ തന്നെ മത്സരിക്കുന്ന ആദ്യത്തെ സൗദി അറേബ്യൻ അല്ലെങ്കിൽ ആദ്യത്തെ ഒരു ഇസ്ലാം രാജ്യത്തിൻ്റെ തന്നെ ആദ്യത്തെ പ്രതിനിധിയാകുന്ന വനിത ചോദിച്ചാൽ റൂമി അൽ ഗഫ്താനിയാണ് കേട്ടോ. സൗദി അറേബ്യക്കാരിയാണ് റൂമി അൽ ഗഫ്താനി. മിസ് യൂണിവേഴ്സ് മത്സരത്തിൽ ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ മത്സരിക്കുന്ന ആദ്യത്തെ സൗദി വനിത അല്ലെങ്കിൽ ഒരു ഇസ്ലാമിക് രാജ്യത്തിൻ്റെ പ്രതിനിധിയായിട്ട് മത്സരിക്കുന്ന ആദ്യത്തെ സൗദി വനിത ആരാണെന്ന് ചോദിച്ചാൽ അത് റൂമി അൽ ഗഫ്താനിയാണ്. ഇനി തായ്വാനിലെ ആദ്യത്തെ ഹിന്ദു ക്ഷേത്രം ചോദിച്ചുള്ളത് സബ്കാ മന്ദിറാണ് കേട്ടോ. സബ്കാ മന്ദിർ. ഇത് 2023 ഓഗസ്റ്റിലെ ന്യൂസാണ്. തായ്വാനിലെ ആദ്യത്തെ ഹിന്ദു ക്ഷേത്രമാണ് സബ്കാ മന്ദിർ. നമ്മൾ ഈയിടയ്ക്ക് നമ്മുടെ പശ്ചിമേഷ്യയിലെ കല്ലുകൊണ്ട് നിർമ്മിച്ചതിലെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രം നിലവിൽ വരുന്ന അബുദാബിയിലെ ബാബ്സ് മന്ദിർ എന്ന് പറഞ്ഞ് പഠിച്ചിരുന്നു. അപ്പോൾ ആ ടൈമിൽ ഈ ഒരു ന്യൂസ് കൂടെ പഠിക്കുക. സബ്കാ മന്ദിർ എവിടെയാണ്? തായ്വാനിലെ ആദ്യത്തെ ഹിന്ദു ക്ഷേത്രമാണ്. ഇനി ലോകത്തിലെ ആദ്യത്തെ ഓമാകൃതിയിലുള്ള ക്ഷേത്രം നിലവിൽ വരുന്നത് പാലിയിലാണ് കേട്ടോ. പാലി എവിടെയാണ്? രാജസ്ഥാനിലാണ് കേട്ടോ. ലോകത്തിലെ തന്നെ ആദ്യത്തെ ഓമാകൃതിയിലുള്ള ക്ഷേത്രമാണ് പാലി, രാജസ്ഥാനിൽ നിലവിൽ വരുന്നത്. ജലവിഭവ ഇൻഫർമേഷൻ സിസ്റ്റം പോർട്ടൽ അവതരിപ്പിച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം നമ്മൾ നേരത്തെ പറഞ്ഞതാണ് രാജസ്ഥാനാണ്. ജലവിഭവ ഇൻഫർമേഷൻ സിസ്റ്റം ഡാഷ്ബോർഡ് അല്ലെങ്കിൽ പോർട്ടൽ അവതരിപ്പിച്ചത്. ഇനി രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജന നഗരസഭ ആയത് ഏതാണെന്ന് ചോദിച്ചുള്ളത് കൊട്ടാരക്കരയാണ് കേട്ടോ. കൊട്ടാരക്കര. ദാരിദ്ര്യ നിർമ്മാർജ്ജന നഗരസഭയായത് കൊട്ടാരക്കരയാണ്. ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച നഗരസഭയും കൊട്ടാരക്കര തന്നെയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ AI അടിസ്ഥാനമാക്കിയുള്ള ചിത്രം ചോദിച്ചാൽ ഐറയാണ് കേട്ടോ. ഐറ അല്ലെങ്കിൽ മോണിക്കോ ഒരു AI സ്റ്റോറി. ഇത് രണ്ടും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷനായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ അത് ഏതാണെന്ന് കറക്റ്റായിട്ട് പഠിച്ചു പോവുക. രണ്ടും ഇപ്പോൾ കാണിക്കുന്നുണ്ട്. സോ ഇന്ത്യയിലെ ആദ്യത്തെ AI അടിസ്ഥാനമായിട്ടുള്ള ചിത്രം ഐറ അല്ലെങ്കിൽ മോണിക്കോ AI സ്റ്റോറി. ഇത് ഏതാണെന്ന് കൺഫേം ആക്കിയിട്ട് പഠിച്ചിട്ട് എക്സാം എഴുതാൻ പോവാം. ലോകത്തിലെ ഏറ്റവും വലിയ പുനരുപയോഗ എനർജി പാർക്ക് നിലവിൽ വരുന്നത് ഗുജറാത്തിലാണ് കേട്ടോ. ലോകത്തിലെ തന്നെ ഫസ്റ്റ് സോളാർ വിൻഡ് നമ്മൾ പറഞ്ഞിരുന്നു, അത് ഗുജറാത്തിലാണ്. അതേപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ പുനരുപയോഗ എനർജി പാർക്ക് വരുന്നതും ഗുജറാത്തിലാണ്. ഇനി കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫിലിം സൊസൈറ്റി എവിടെയാണെന്ന് ചോദിച്ചാൽ കോഴിക്കോടാണ് കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫിലിം സൊസൈറ്റിയുടെ പേര് ട്രാൻസ്മുദ്ര എന്നാണ്. അത് നിലവിൽ വരുന്നത് കോഴിക്കോടാണ്. അടുത്ത കുടുംബശ്രീയുടെ ആദ്യത്തെ പ്രീമിയം കഫേ പ്രവർത്തനം ആരംഭിച്ചത് അങ്കമാലിയാണ് കേട്ടോ. കുടുംബശ്രീൻ്റെ ആദ്യ പ്രീമിയം കഫേ പ്രവർത്തനം ആരംഭിച്ചത് അങ്കമാലിയിലാണ്. ഇനി പുകവലി മുക്തമായ തലമുറയെ വാർത്തെടുക്കുക എന്നതിലൂടെ 15 വയസ്സിൽ താഴെയുള്ളവരിൽ പുകവലി നിരോധിക്കാൻ ബില്ല് കൊണ്ടുവന്ന രാജ്യം ചോദിച്ചത് ബ്രിട്ടനാണ് കേട്ടോ. ബ്രിട്ടനാണ് പുകവലി വിമുക്ത രാജ്യം. പുകവലി മുക്തമായ തലമുറയെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ട് 15 വയസ്സിൽ താഴെയുള്ളവരിൽ പുകവലി നിരോധിക്കാൻ ബില്ല് കൊണ്ടുവന്ന രാജ്യം ചോദിച്ചാൽ അത് ബ്രിട്ടനാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വേറൊരു ടോപ്പിക്കുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ.